2025 IPL താരലേലമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് ഒരു നല്ല ടീമിന് എടുത്തു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിന് ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് അവരുടെ റിട്ടൻഷനിൽ തന്നെയായിരുന്നു. കാരണം റിട്ടൻഷനിൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരുപാട് കളിക്കാരെ അവർ വലിയ പൈസ കൊടുത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവര് ഋഷഭ് പന്തിനെയും കൂടി ടീമിലെടുത്തെങ്കിലും ഓപ്ഷനിൽ പോയിരുന്നിട്ട് ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. LSGയുടെ ടീം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഓപ്പണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഋഷഭ് പന്ത് ഓപ്പൺ ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു മൂവായിരിക്കും. ഋഷഭ് പന്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്പർ 3 കളിച്ചിട്ടുള്ള ഒരു ബാറ്ററാണ്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത് ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരിക്കൂല. ഇനി ഋഷഭ് പന്തിന് ഓപ്പൺ ഋഷഭ് പന്ത് ഓപ്പൺ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് മുമ്പോട്ടേക്ക് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വേറൊരു ഓപ്പണറെ കണ്ടുപിടിക്കേണ്ടി വരും. LSGയുടെ സ്കോഡ് മൊത്തം ഞാൻ അരിച്ചു പെറുക്കിയപ്പോൾ എനിക്ക് ഒരു ഓപ്പണറാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഏഡൻ മാക്രത്തിന്റെ കൂടെ പാർട്ട്ണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അശ്വിൻ കുൽക്കർണി എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ഉണ്ട്. ടോപ്പ് ഓഫ് ദി ഓർഡറിലും കളിക്കും. എനിക്ക് തോന്നുന്നു ബറോഡക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ഓപ്പണറാന്ന് തോന്നുന്നുണ്ട്. അയാളെ പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യിപ്പിക്കേണ്ടി വരും. അതാണ് എൻ്റെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത്. ഇനി അശ്വിൻ കുൽക്കർണിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു യുവരാജ് ചൗധരി എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിന് കളിക്കുന്ന ഒരു ഓപ്പണർ ഉണ്ട്. അദ്ദേഹം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആം സ്പിന്ന് എറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യുവരാജ് ചൗധരിയോ അല്ലെങ്കിൽ അശ്വിൻ കുൽക്കർണിയോ ആവശ്യമില്ലെങ്കിൽ അവർക്ക് ആര്യൻ ജുവാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറിനെ കളിപ്പിക്കാൻ വേണ്ടി പറ്റും. 1 മുതൽ 4 നമ്പർ വരെ എവിടെയും ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലെയറാണ് ഈ ആര്യൻ ജുവാൽ. 2022 സീസണിൽ മുംബൈ ഇന്ത്യൻസ് സ്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ആര്യൻ ജുവാൽ. അന്ന് മുംബൈ ഇന്ത്യൻസിന്റെ മെന്റർ ആയിട്ടുള്ള സൈർ ഖാൻ ഇന്ന് LSGയുടെ മെന്ററാണ്. അങ്ങനെ LSGയിൽ എത്തിയതായിരിക്കും ഈ ആര്യൻ ജുവാൽ. അതുകൊണ്ട് തന്നെ അശ്വിൻ കുൽക്കർണിയിലേക്കോ അല്ലെങ്കിൽ യുവരാജ് ചൗധരിയിലേക്കോ പോകുന്നതിന് മുമ്പേ ആയിട്ട് ആര്യൻ ജുവാൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒരു പ്രോപ്പർ ടാലന്റ് ആണ്. ഡൊമസ്റ്റിക് റെക്കോർഡൊക്കെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിലും റീസെന്റ് ഫോം വെച്ച് നോക്കുവാണെങ്കിലും ആര്യൻ ജുവാൽ മികച്ച ഫോമിലാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി. ഇനി ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആരും വേണ്ടെന്നാണെങ്കിൽ അവർക്ക് മിച്ചൽ മാഷിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ മിച്ചൽ മാഷ് IPL 14 മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇഞ്ചുറി പ്രോൺ ആണ് അദ്ദേഹം. അപ്പം ടോപ്പ് ഓർഡർ സ്റ്റെബിലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മിച്ചൽ മാഷിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ആര്യൻ ജുവാൽ ആയിരിക്കും. നമ്പർ 3 എത്തുന്നത് ഋഷഭ് പന്ത് തന്നെയായിരിക്കും. ഒരു 450 റൺസ് സീസൺ, ഒരു ഹൈ സ്ട്രൈക്ക് റേറ്റ് ഋഷഭ് പന്ത് നമുക്ക് തരും. നമ്പർ 4 നിക്കോളാസ് പൂർണയാണ് ഞാൻ കളിപ്പിക്കുന്നത്. T10 ലീഗിൽ അത്ര മികച്ച ഫോമിലല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് IPL വരുന്ന സമയത്ത് നല്ല ഫോമിലാവാൻ സാധ്യതയുണ്ട്. നമ്പർ 4 ഞാൻ കളിപ്പിക്കുന്നുണ്ട്. കാരണം നിക്കോളാസ് പൂറിന്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഈ സീസണിൽ വേണം. നമ്പർ 6 നിക്കോളാസ് പൂറൻ ഒരു ലോ ആയിട്ടുള്ള പൊസിഷൻ ആണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്പർ 5 ഞാൻ ഡേവിഡ് മില്ലറെ കളിപ്പിക്കും. ഡേവിഡ് മില്ലർ എനിക്ക് ധാരാളം മത്സരങ്ങൾ ഫിനിഷ് ചെയ്ത് തരും. ആ ഫിനിഷ് ചെയ്യുന്ന സമയത്തുള്ള ഒരു കാം ഹെഡ്, അതായത് ശാന്തമായിട്ടുള്ള ഒരു കളി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. അത് ആ ടീമിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് കളിക്കുന്നത് ആയുഷ് ബദോനിയാണ്. ആയുഷ് ബദോനി റീസെന്റ് ആയിട്ട് ഇപ്പൊ അവസാനിച്ചിട്ടുള്ള എമർജിംഗ് ഏഷ്യ കപ്പിലൊക്കെ വളരെ മികച്ച പഠനമാണ് ആയുഷ് ബദോനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആയുഷ് ബദോനിയുടെ ആ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ആയുഷ് ബദോനി ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയൊക്കെ കാത്തിരിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. കാരണം ഈ IPL സീസണിന്റെ അവസാനം ഡൽഹി പ്രീമിയർ ലീഗിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഡേവിഡ് മില്ലറിന് ശേഷം കളിക്കും. പിന്നെ ഷഹബാസ് അഹമ്മദ് കളിക്കും. ഷഹബാസ് അഹമ്മദ് നന്നായിട്ട് ബാറ്റ് ചെയ്തു തരും എനിക്ക്. പക്ഷേ ബോൾ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ബോളിംഗ് ഇപ്പോഴും കൃത്യമായിട്ട് അടിവാങ്ങും. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ രവി ബിഷ്ണോയിയാണ്. 4 ഓവർ 28 2-3 വിക്കറ്റുകൾ ഒരു മത്സരത്തിൽ. ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത്. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബോളേഴ്സ് ആണ്. ചഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ലെഗ് സ്പിന്നർ അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നതാണ് LSGയുടെ ഒരു വീക്ക്നെസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മയങ്ക് യാദവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോസിൻ ഖാൻ ആയിക്കോട്ടെ, ഞാൻ കളിപ്പിച്ചിട്ടുള്ള ഷിമാർ ജോസഫ് ആയിക്കോട്ടെ, ഈ ബൗളിംഗ് നിരയാണ് LSGയുടെ ഒരു വീക്ക്നെസ് എന്ന് നമുക്ക് പറയാം. ഷിമാർ ജോസഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ബോളറാണ് ഷിമാർ ജോസഫ് എന്ന് ഞാൻ പറയും. T20 ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട് അദ്ദേഹം.
അതുകൊണ്ട് തന്നെ ഈ ബൗളിംഗ് വളരെ വീക്കാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. LSGക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ ഉണ്ട്. പക്ഷെ ബാക്കപ്പ് നോക്കുവാണെങ്കിൽ അത്ര മികച്ച ബാക്കപ്പ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് LSGക്ക് എടുത്തിട്ടുള്ള ബാക്കപ്പ് ഇപ്പം ഷാബാസ് അഹമ്മദിന് പകരമായിട്ട് സിദ്ധാർത്ഥ് മണിമാരൻ എന്ന് പറഞ്ഞൊരു സ്പിന്നർ ഉണ്ടെങ്കിൽ പോലും സിദ്ധാർത്ഥ് മണിമാരൻ നന്നായിട്ട് ബോൾ ചെയ്യും, ഷാബാസ് അഹമ്മദിനേക്കാൾ മികച്ച രീതിയിൽ ബോൾ ചെയ്യും. പക്ഷെ ബാറ്റ് കൊണ്ട് ഷാബാസ് അഹമ്മദ് തരുന്ന കോൺട്രിബ്യൂഷൻ ഒരിക്കലും സിദ്ധാർത്ഥ് മണിമാരന് തരാൻ വേണ്ടി പറ്റൂല. അതേപോലെ തന്നെയാണ് അബ്ദുൾ സമദിനെ നമുക്ക് ആയുഷ് ബദോനിക്ക് പകരം കളിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അബ്ദുൾ സമദ് അത്ര പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും LSGക്ക് ഇല്ല. പിന്നെ IPL എപ്പോഴും ജയിക്കുന്ന ടീമിന് ഒരു നല്ല ബോളിംഗ് നിര ഉണ്ടായിരിക്കും. ആ ബോളിംഗ് നിര നമുക്ക് LSGയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പൊ മയങ്ക് യാദവിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആകാശ് ദീപാണ്. ആകാശ് ദീപ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൽ മികച്ച ബോളറാണ്. പക്ഷെ T20യിൽ എത്തുന്ന സമയത്ത് അത്രമാത്രം പ്രൂവ് ചെയ്ത ഒരു ബോളറാണോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ LSG ഇത്തവണ ടോപ്പ് 4 എത്താനുള്ള സാധ്യതയില്ല. ടോപ്പ് 6 ഇതായിരിക്കും LSGയുടെ ഒരു പൊസിഷൻ. ഒരിക്കലും ടോപ്പ് 4 അല്ലെങ്കിൽ ഫൈനലോ എത്താനുള്ള സാധ്യതയില്ല. കാരണം LSGക്ക് ബോളിംഗ് ഇല്ല.